സാന്ദ്ര സജു നമ്മളോടൊപ്പമുണ്ട്. സാന്ദ്രയോടൊപ്പം തിരുവനന്തപുരം മേയർ വി രാജേഷ് കൂടിയുണ്ട്. സാന്ദ്ര, മേയർ പറയുന്നത് നേരത്തെ ഭാഗികമായി കേട്ടത് ഇതാണ്, അതായത് ഈ നഗരസഭയുടെ ഓടകളിൽ നിന്നുള്ള വെള്ളമല്ല എന്നുള്ളത്. നേരത്തെ പഴവങ്ങാടിയുടെ സൈഡിൽ നിന്ന് അവിടുത്തെ കച്ചവടക്കാർ കൈകൊണ്ട് ആ ഓടയിലെ മാലിന്യം വലിച്ചു മാറ്റി അവിടെ നിന്ന് വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്ന കാഴ്ച കാണുന്നുണ്ടായിരുന്നു. എന്താണ് മേയർക്ക് പറയാനുള്ളത്? മധു, നമുക്ക് നമ്മളോടൊപ്പം അപ്പോൾ മേയർ വി രാജേഷ് തന്നെ ചേരുകയാണ്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് വ്യക്തമായി ചോദിക്കാൻ തോന്നുന്നു. മേയറെ, ഇപ്പോൾ പൂർണ്ണമായും നമ്മൾ മഴക്കാലത്തിലേക്ക് എത്തിയിട്ടില്ല, അതിന് മുൻപ് നിൽക്കുകയാണ്. പക്ഷേ ശക്തമായ മഴയിൽ തന്നെ തിരുവനന്തപുരത്ത് പലയിടങ്ങളിലും ഇപ്പോൾ വെള്ളക്കെട്ട് ഉണ്ടായിട്ടുണ്ട്. ഈ പഴവങ്ങാടി ഭാഗത്തൊക്കെ തന്നെയും ശക്തമായ രീതിയിലുള്ള വെള്ളക്കെട്ട്, പല കടകളിലും വെള്ളം കയറുകയും ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടം ഉണ്ടാകുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് ഒരു കൃത്യമായ മഴക്കാലപൂർവ്വ ശുചീകരണം ഉണ്ടാകാത്തതിന്റെ ഭാഗമായിട്ടുള്ള ഇതാണോ? ശുചീകരണം ഉണ്ടാക്കത്തുണ്ടല്ലോ. വെള്ളം കൂടുതൽ വന്നു, അവിടെ സ്വാഭാവികമായിട്ട് ആ പാർവതി പുത്തനാഥ് ആമേഴിഞ്ഞാൻ തുടങ്ങി. ഞങ്ങൾ നേരത്തെ പറഞ്ഞു, ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ഉൾപ്പെടെ ഇടപെട്ടുകൊണ്ട് കൂടുതൽ ബൃഹത്തായ പദ്ധതികൾ ആവിഷ്കരിച്ചാൽ മാത്രമേ ആത്യന്തികമായി പ്രശ്നം പരിഹരിക്കുകയുള്ളൂ. ഞാൻ കോർപ്പറേഷൻ 1.5 മാസം മുമ്പ് തന്നെ തുടങ്ങി എല്ലാ വാർഡുകളിലും ആവശ്യത്തിന് പൈസ കൊടുത്തു. കോർപ്പറേഷൻ എല്ലാ ഓടലും വൃത്തിയാക്കി. ഈ പ്രശ്നം വന്നിരിക്കുന്നത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഉടമസ്ഥയുള്ള തോടുകളിൽ നിന്നാണ്. അത് സംസ്ഥാന സർക്കാർ ഇടപെട്ടുകൊണ്ട് ആത്യന്തികമായ പ്രശ്നം പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം. സംസ്ഥാന സർക്കാർ ഇടപെടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പോലും ആമേഴിഞ്ഞാൻ തോട്ടിൽ അവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോഴും കോർപ്പറേഷൻ ജീവനക്കാർ അവിടെ വേസ്റ്റ് എടുത്തു മാറ്റുന്ന ഒരു പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ ചാല മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ ചാല മാർക്കറ്റിന്റെ പലയിടങ്ങളിൽ നിന്നും ഈ ഓവുകളുടെ ഭാഗത്ത് നിന്ന്, വെള്ളം ഒഴുകി പോകേണ്ട ഓവുകളുടെ ഭാഗത്ത് നിന്നും പ്ലാസ്റ്റിക് ചവറുകൾ വാരി വെളിയിലിട്ടിരിക്കുന്നത് നമുക്ക് കാണാം. മുഴുവൻ ഇപ്പോൾ അങ്ങോട്ടേക്ക് ചെന്ന് നോക്കുകയാണെങ്കിൽ മുഴുവൻ അവിടെ പ്ലാസ്റ്റിക് വേസ്റ്റുകൾ കൂട്ടിയിട്ടിരിക്കുക. അപ്പോൾ അത് കൃത്യമായ രീതിയിൽ ഈ ജീവനക്കാരൊരു ശുചീകരണം നടത്തിയിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. കാരണം മേയർ തന്നെ ആ ഭാഗങ്ങളൊക്കെ സന്ദർശിക്കുകയും അവിടെ കൃത്യമായൊരു ശുചീകരണം നടത്തുമെന്ന് മാധ്യമങ്ങളോടൊക്കെ പറയുകയും ചെയ്താണ്. നമ്മളടക്കം അതൊന്ന് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്താണ് താങ്കളുടെ ഒപ്പം വന്നിട്ട്. പക്ഷേ ഇപ്പോൾ ചെന്ന് നോക്കുമ്പോഴും അവിടെ എല്ലാം ചവറ് കിടക്കുകയാണ്. ഞാനവിടെ ചാലിൽ പോയില്ലല്ലോ, നിങ്ങളുടെ ഒപ്പം ചാലിൽ വന്നിട്ടില്ലല്ലോ. ആമേഴിഞ്ഞാൻ തോടിന്റെ പഴവങ്ങാടി ഭാഗത്ത് താങ്കൾ വന്നിരുന്നല്ലോ. മാധ്യമങ്ങൾ അന്ന് കൂടെ വരികയും ചെയ്തിരുന്നതാണ്. അന്ന് ജോയി വീണ് മരിച്ച ഭാഗത്ത് വെച്ചിട്ടാണ് താങ്കൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അപ്പം ആ സ്ഥലത്തൊക്കെയും ഇപ്പോഴും ചവറ് കിടക്കുകയാണ്. ഇത് രണ്ട് സ്ഥലമാണ്. ചാല വേറൊന്നാണ്, ജോയി മരിച്ച വേറെ സ്ഥലമാണ്. നമ്മൾ പോയത് ജോയി മരണപ്പെട്ട സ്ഥലത്ത്. അവിടെ നിന്ന് ഞങ്ങൾ അന്ന് അവിടെ ഉണ്ടായിരുന്ന ചവറുകളൊക്കെ തന്നെ മാലിന്യം മാറ്റിയിട്ടുണ്ട്. ഇന്നോ ഇന്നലെ അവിടെ വന്നോ ഇല്ലെന്ന് എനിക്കറിയില്ല. ആ ദിവസമൊക്കെ തന്നെ അവിടെ ഉണ്ടായിരുന്ന മാലിന്യമൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇപ്പം പിന്നെ ജീവനക്കാരെ കൃത്യമായിട്ട് ഡെപ്യൂട്ടി ചെയ്തിട്ടുണ്ട്. ആ ജീവനക്കാരാണ് അവിടെ നിന്ന് മാറ്റുന്നത്. ഈ പ്ലാസ്റ്റിക്കൊക്കെ തന്നെ കടക്കാർ പരമാവധി ഞങ്ങൾ നിയന്ത്രിച്ചിട്ടുണ്ട്. കടക്കാർ അവിടെ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കാണോ വരുന്നത്, അത് മാറ്റാൻ വേണ്ടി ജീവനക്കാരെ നിർത്തിയിട്ടുണ്ട്. ഞങ്ങൾ നിർത്തിയ ജീവനക്കാരാണല്ലോ ഇപ്പോൾ അത് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇടപെടാൻ പറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആത്യന്തികമായി പ്രശ്നം പരിഹരിക്കണമെങ്കിൽ ആമേഴിഞ്ഞാൻ തോടും പാർവതി പുത്തനാറും പെർമനന്റ് ആയിട്ടൊരു സൊല്യൂഷൻ കണ്ടെത്തണം. അതിന് ബൃഹത്തായ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അടക്കം നീക്കം ചെയ്തിട്ടുണ്ട്. ഇനി 2 ദിവസത്തെ പ്ലാസ്റ്റിക് മാലിന്യം കൊണ്ടാണോ തിരുവനന്തപുരത്ത് ഇത്രയധികം വെള്ളം പൊങ്ങിയത് എന്ന മേയർക്ക് ഒരു സംശയമുണ്ട്. സാന്ദ്ര സജുവാണ് വിവരങ്ങൾ നൽകിയത്. ആഷിൻ ഡിയാഗോ നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. ആഷിൻ, ആ ഭാഗത്തെ കാഴ്ചകൾ കാണിച്ചു തരികയായിരുന്നു. ആഷിൻ, അതിനിടയിൽ മേയറുടെ ഒരു സുപ്രധാനമായ പ്രതികരണം വന്നുകൊണ്ട് നമ്മൾ അങ്ങോട്ടൊന്ന് പോയി എന്നേ ഉള്ളൂ. ഇപ്പോഴും കച്ചവടക്കാർ നിലവിൽ വെള്ളം താഴ്ന്നിട്ടുണ്ട് അല്ലേ? ശുചീകരണ പ്രവർത്തികളിലാണ്. മധു, വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ മഴ 2 മണിക്കൂർ നിർത്താതെ തിരുവനന്തപുരം നഗരത്തിൽ മഴ പെയ്ത ശേഷം എന്താണ് കാഴ്ച എന്നുള്ളതാണ്. അതിദയനീയമായ കാഴ്ചയാണ് ഈ ഈ പഴവങ്ങാടിക്ക് സമീപത്തെ മാർക്കറ്റുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും. 2 മണിക്കൂർ മഴ നിർത്താതെ പെയ്ത ശേഷം വലിയ തരത്തിൽ ചെളി ഇവിടെ അടിഞ്ഞുകൂടി നിൽക്കുന്നു. മാത്രമല്ല വിവിധ ഇടങ്ങളിൽ നിന്നുള്ള വേസ്റ്റുകൾ കൂടി ഒഴുകി ഇപ്പോൾ ഇവിടെ ഈ റോഡ് മുഴുവനായി നിറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ റോഡ് മാധുവിന് മനസ്സിലാകും. പഴവങ്ങാടി അമ്പലത്തിന് സമീപം നമ്മൾ ഈ തകരപ്പറമ്പിലേക്കും അതുപോലെ തന്നെ ഈ മറ്റിടങ്ങളിലേക്കും പോകുന്ന ഒരു പ്രധാന വഴിയാണിത്. ഇവിടെ 2 വശങ്ങളിലും വ്യാപാരികൾ ഈ നടപ്പാതയിലടക്കം കച്ചവടം നടത്തുന്ന ഒരു ഇടമാണ്. അവിടെ ആണ് ഈ ഒരു ദയനീയ അവസ്ഥ ഉള്ളത് എന്നുള്ളതാണ്. അതിരൂക്ഷമായ ഗന്ധമാണ് ഈ ചെളി മൂലം ഇവിടെ ഉള്ളത്. മാത്രമല്ല നമുക്ക് ഈ ഓവുചാലുകളുടെ അവസ്ഥ കൂടി കാണാൻ കഴിയുക, നിറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. സമീപത്തെ പ്ലാസ്റ്റിക് വേസ്റ്റുകളും ഉണ്ട്. ഈ ചേട്ടൻ കുറേ നേരമായി ഇവിടെ നിന്നും ഈ വേസ്റ്റുകളൊക്കെ നീക്കം ചെയ്യാണ്. ചേട്ടാ, ഇവിടെ കച്ചവടം നടത്തുന്ന ആളാണോ? അതെ. 2 മണിക്കൂർ മഴ പെയ്തപ്പോൾ ഇതാണ് അവസ്ഥ. അല്ല, നിറച്ചിങ്ങനെ വന്ന് വെള്ളം അങ്ങ് പെട്ടെന്ന് കൊണ്ട് കയറി അങ്ങ് ആയിപ്പോയി എല്ലാം. ഭയങ്കര ചെളിയും നല്ല നാറ്റവും ഒക്കെ ആണല്ലോ. അല്ല അതെ ഈ ഓട പൊളിച്ചെടുത്തുനിന്ന് വന്ന വെള്ളമാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോൾ. അപ്പൊ കഴുകി ഒതുക്കിക്കൊണ്ടിരിക്കുന്നു. ഇത് കഴുകിട്ട് വേണം വീണ്ടും കച്ചവടം നടത്താനല്ലോ. അതും ഇതാണ്, ഇവിടെ എല്ലാ കടകളിലേക്കും വെള്ളം കയറിയിട്ടുണ്ട് എന്നുള്ളതാണ്. കച്ചവടക്കാർ ചെറുകട മുതൽ വലിയ കടകളിലേക്ക് വരെ വെള്ളം കയറിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതുവഴി കാൽനട യാത്ര പോലും വലിയ ദുസ്സഹമാണ്. നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് പോലും കാലൂന്നി നിൽക്കാൻ കഴിയാത്തൊരവസ്ഥയാണ്. റോഡിൽ വലിയ ലെയർ പോലെയാണ് ഈ ചെളി ഇങ്ങനെ കട്ട പിടിച്ച് കിടക്കുന്നത്. ഒപ്പം മാലിന്യവും അതിൻ്റെ കൂട്ടത്തിലാകുമ്പോൾ നമുക്കറിയാം അതിൻ്റെ ഒരു ദയനീയ അവസ്ഥയും അതുപോലെ തന്നെ അതിൻ്റെ ഒരു വിഷമവും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഈ പാതയോരത്തൊക്കെ ഇരുന്ന് കച്ചവടം ചെയ്യുന്ന ആളുകളുടെ ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ചേട്ടാ, ഇവിടെ കച്ചവടം നടത്തുന്നതാണോ? ഈ 2 മണിക്കൂർ മഴ പെയ്തപ്പോൾ ഇതാണ് അവസ്ഥ.
ഇതാണ് അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാ കണ്ടില്ലേ, ഇതൊക്കെയാണ് തന്നെ കടയ്ക്കകത്ത് വരെ കംപ്ലീറ്റ് വെള്ളം കയറി. വൃത്തിയാക്കിയതാണ് കട, എന്താ ഇപ്പൊ വൃത്തിയാക്കിയത്? ഇതാ ഇപ്പം വൃത്തിയാക്കി തുടച്ച് ഇതാ ഇരിക്കുന്നു. ചെളി മാത്രമല്ലല്ലോ, ഇവിടുന്നൊക്കെയോ വേസ്റ്റ് കൂടി ഒഴുകി വന്നിട്ടുണ്ട്. അതിവിടെ ഉള്ള പൊതുജനങ്ങൾ മനസ്സിലാക്കണ്ടേ, പൊതുജനങ്ങളെല്ലാം കൊണ്ടിടുന്ന വേസ്റ്റിലല്ലേ. അതിപ്പോൾ ഭരണത്തിനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഭരണത്തെ പറഞ്ഞിട്ട് കാര്യം. വലിയ ബുദ്ധിമുട്ട് തന്നെയല്ലേ. ജനങ്ങളാണ് സഹകരിക്കാനുള്ളത്, അവരാരും സഹകരിക്കുന്നില്ല. ഉള്ള വേസ്റ്റ് അത്രയും ആമേഴഞ്ച ആ തോട്ടിനകത്ത് കൊണ്ടിടും, കംപ്ലീറ്റ് വെള്ളവും കയറും. അതുകൊണ്ടാണ് മഴ പെയ്യുമ്പോൾ അത് കടയിലേക്കും കംപ്ലീറ്റ് കയറുന്നത്. അതും ഇതാണ് ഞാൻ ചുറ്റിനും ഒന്ന് കാണിച്ചത്. ഈ റോഡിന്റെ ഈ അവസ്ഥയൊക്കെ കാണും. ഇതുവഴി എങ്ങനെ ഇനി നടക്കാൻ കഴിയുമെന്നുള്ളതാണ്. വീണ്ടും ഒരു മഴ പെയ്ത് ഇത് വൃത്തിയാൽ മാത്രം ഇതുവഴി നടക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് പലരും. ഈ ചെളി കൊച്ചു കുട്ടികൾക്കുമായി നമുക്കറിയാം, ഇനി 2 ദിവസമാണ് സ്കൂൾ തുറക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ കൊച്ചു കുട്ടികൾക്കൊപ്പം ഇവിടെ ഈ മാർക്കറ്റിലേക്ക് എത്തി സാധനങ്ങളൊക്കെ വാങ്ങാൻ വരുന്ന ആ വലിയ തിരക്കുമുണ്ട്. ഒരു ഭാഗത്ത് കൊച്ചുകുട്ടികൾ ഈ ചെളിയിലൂടെയൊക്കെ എങ്ങനെ നടക്കും നൽകിയത് അരുൺ സോളമനും ഉണ്ടായിരുന്നു. ഇന്നിപ്പോ ഈ വലിയ വെള്ളക്കെട്ടുണ്ടായി, ആളുകൾ അതിൽ ഇറങ്ങി നിൽക്കുന്ന സാഹചര്യമുണ്ടായി. നമ്മുടെ റിപ്പോർട്ടർമാരടക്കം ഈ ചെളി പിടിച്ച ഇടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഈ ഡോക്സിസൈക്ലിൻ പോലെയുള്ള ഗുളികകൾ കഴിക്കണം എന്നുള്ളതാണ്. ഇത്തരത്തിൽ ഈ വെള്ളക്കെട്ടിലോ ചെളികളിലോ ഒക്കെ ഇറങ്ങി പോവുകയാണ് എങ്കിൽ അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതിന് ഒപ്പം തന്നെ വീട്ടിലേക്ക് എത്തുമ്പോൾ ചൂടുവെള്ളത്തിലൊക്കെ കഴുകി നല്ലതുപോലെ ഡെറ്റോളൊക്കെ ഒഴിച്ച് ചൂടുവെള്ളത്തിലൊക്കെ കഴുകാനും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനിയിപ്പോൾ ഈ പറയുന്നത് പോലെ പകർച്ചവ്യാധികൾ അടക്കമുള്ളൊരു സമയം കൂടിയാണ്, പനിക്കാലം കൂടിയാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള മുൻകരുതലുകളൊക്കെ എടുക്കണം. ഇപ്പോൾ അധികൃതർ സ്വീകരിച്ചില്ലെങ്കിൽ നമ്മൾ സ്വീകരിക്കുക എന്നതാണ് നമുക്ക് ചെയ്യാനുള്ളത്.